Today we will be discussing graph theoretic algorithm on shortest path algorithmത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് പാത്തിൽ നമ്മൾ രണ്ട് അൽഗോരിതംസ് ഉണ്ട്. ഒന്ന് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്, പിന്നെ ഒന്ന് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വൺ വെർട്ടെക്സ് ടു അനദർ സ്പെസിഫൈഡ് വെർട്ടെക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, ദാറ്റ് ഈസ് ഫ്ലോയ്ഡ് വാർഷൽസ് അൽഗോരിതം. ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാഫിലെ എല്ലാ പെയർ ഓഫ് വെർട്ടീസും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്ലോയ്ഡ് വാർഷൽസ് അൽഗോരിതം. അപ്പോൾ ഒരു മെട്രിക്സ് ബേസ്ഡ് ആണ് നമ്മളെ കാൽക്കുലേഷൻസ്. ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ ഫുൾ പ്രോസസ്സിങ് അതിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ദ വെയ്റ്റ് മെട്രിക്സ് W ഈക്വൽ ടു Wij ഓഫ് ദ ഗ്രാഫ് ഈസ് ഫൗണ്ട്. ഈ Wij എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ വെയിറ്റിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു എഡ്ജിൻ്റെ വെയിറ്റ് അതാണ് Wij എന്ന് പറയുന്നത്. ക്യാപിറ്റൽ W എന്ന് വെച്ചാൽ വെയിറ്റിൻ്റെ മെട്രിക്സ്, എൻ്റയർ വെയിറ്റ് മെട്രിക്സ്. അപ്പോൾ ഈ ഇതിലെ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രീതിയിലായിരിക്കും വരിക. Wij ഈക്വൽ ടു വെയിറ്റ് ഓഫ് I to J. I to J ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ വെർട്ടെക്സ് I മുതൽ വെർട്ടെക്സ് Jയിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ വെയിറ്റ് ആയിരിക്കും നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ അങ്ങനെ ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 0. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോം ചെയ്യേണ്ട ഒരു ഗ്രാഫ് കിട്ടി കഴിയുമ്പോൾ വെയിറ്റ് മെട്രിക്സ് ഫോം ചെയ്യാം. അതിനുള്ളിലെ വാല്യൂസ് I to J എഡ്ജ് ഉണ്ടെങ്കിൽ ആ വെയിറ്റ് അവിടെ ആഡ് ചെയ്യുക, എഡ്ജ് ഇല്ലെങ്കിൽ അത് 0 ആക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ വെർട്ടീസുകളെ V1 to Vn വരെയാണ് നമ്മൾ വെർട്ടീസുകളിൽ നിന്ന് കരുതുക. നമ്മുടെ ഗ്രാഫിലെ വെർട്ടീസുകൾ V1 to Vn. നമ്മൾ ഒരു മെട്രിക്സിൻ്റെ സീക്വൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ മെട്രിക്സ് സീക്വൻസിനെ D0, D1 എക്സെട്ര അപ് ടു Dn വരെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ V1 to Vn വരെ വെർട്ടീസുകളുണ്ട്. D0 മുതൽ Dn വരെ മെട്രിക്സുകളാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ n വെർട്ടീസുകൾ ഉണ്ടെങ്കിൽ Dn മെട്രിസസ് നമുക്ക് ഫോം ചെയ്യണം. അപ്പോൾ 4 വെർട്ടീസാണുള്ളതെങ്കിൽ D0, D1, D2, D3, D4 വരെ നമ്മൾ എത്തണം. D4 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് അതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ മെട്രിക്സുകൾ ഫോം ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ മെട്രിക്സുകൾ ഫോം ചെയ്യുമ്പോൾ അതിലെ ഓരോ ഇൻഡിവിജ്വൽ എൻട്രിയാണ് ഈ dr ഓഫ് I, J എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ijth എൻട്രി ഓഫ് ദിസ് പർട്ടിക്കുലർ മെട്രിക്സ്. അപ്പോൾ ഇനി അതിലെ ഓരോ എൻട്രി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതിനുള്ള റൂളാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് dr I, J ഈക്വൽ ടു, ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും dr - 1, dr - 1, dr - 1. അപ്പോൾ D1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. അതിലെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെല്ലാം D0യിലെ വാല്യൂസ് ആയിരിക്കും നമ്മൾ മൂന്നിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ ഫസ്റ്റ് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം dr - 1 എല്ലായിടത്തും യൂസ് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് മിനിമം ഓഫ് 2 വാല്യൂസ്. ഇനി ഫസ്റ്റ് വാല്യൂൽ എന്താണെന്ന് നോക്കിയേ, നമുക്ക് dr ഓഫ് Ij ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം r - 1ലെ Ijയുടെ വാല്യൂ നോക്കുക. എന്ന് പറഞ്ഞാൽ D1 ഓഫ് Ij കണ്ടുപിടിക്കണമെങ്കിൽ D0 തൊട്ട് മുമ്പുള്ള മെട്രിക്സിലെ Ijയുടെ വാല്യൂ ഫസ്റ്റ് എടുക്കുക. അതിൻ്റെയും പിന്നെ ഒരു സെക്കൻഡ് ഒരു സമ്മേഷനാണ്. ഈ സമ്മേഷൻ്റെ മിനിമം ആയിരിക്കും നമ്മുടെ റിസൾട്ട്. ഈ സമ്മേഷൻ പാർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി, ഈ കേസിലും dr - 1, dr - 1. ഇനി നമുക്ക് I to J ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ I to J ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്, I to K ഡിസ്റ്റൻസ് ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു പ്ലസ് K to J. അപ്പോൾ Iയിൽ നിന്ന് Jയിലേക്ക് K വഴി പോകുമ്പോൾ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിൻ്റെ മിനിമം എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി ദ ഡിസ്റ്റൻസ് വാല്യൂ ഇൻ ദ ന്യൂ മെട്രിക്സ്. അപ്പോൾ D0 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, അതിലെ വാല്യൂസ് യൂസ് ചെയ്തിട്ട് D1 കാൽക്കുലേറ്റ് ചെയ്യുക, അതുപയോഗിച്ച് D2 പിന്നെ D3 അങ്ങനെ മുമ്പോട്ടേക്ക് പോവാം. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത് തൊട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള മെട്രിക്സിലെ വാല്യൂസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ് എ ഫോർത്ത് സ്റ്റെപ്പ്, ഇനീഷ്യൽ മെട്രിക്സ് D0 is same as the weight matrix. നമ്മൾ D0 മുതൽ Dn വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ D0 എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് മെട്രിക്സ് തന്നെയായിരിക്കും. ഇനി അതിലൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സീറോസ് വാല്യൂസ് വരാം. അപ്പോൾ ഡയഗണലിലുള്ള സീറോസിനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഈ നോൺ ഡയഗണൽ സീറോസിനെ നമ്മൾ ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സം ലാർജ് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. നമ്മൾ പ്രോഗ്രാമിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫിനിറ്റി ആണ് യൂഷ്വലി അതിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് മെട്രിക്സിന് വാല്യൂ തന്നെയായിരിക്കും D0യുടെ വാല്യൂ. അതിൽ ഡയഗണലി സീറോസിനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. നോൺ ഡയഗണൽ സീറോസിനെ നമ്മൾ ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇനി ഫൈനൽ മെട്രിക്സ് Dn, അതായിരിക്കും നമ്മുടെ റിക്വയർഡ് ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തരുന്ന മെട്രിക്സ്. ഇനി അതിൽ ijth എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Vi to Vj ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണോ അത് നമുക്ക് കിട്ടും. അപ്പോൾ ഫൈനൽ മെട്രിക്സ് ഈസ് Dn. ഇനി അതിലെ ഓരോ എൻട്രിയും നമുക്ക് ഓരോ പെയർ ഓഫ് വെർട്ടീസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും തരിക. സോ Vi to Vj ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ijth എൻട്രി നമ്മൾ ആ മെട്രിക്സിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ് വി വിൽ സീ ആൻ എക്സാമ്പിൾ. നമുക്ക് 4 വെർട്ടീസുകൾ തന്നിട്ടുണ്ട്, A, B, C, D. എഡ്ജസ് ഉണ്ട്, അതിൽ വെയിറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെർട്ടീസുകളെ V1, V2, V3 ആൻഡ് V4. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെയിറ്റ് മെട്രിക്സ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് ABCD
ആൻഡ് എ ബി സി ഡി. ഇനി മെട്രിക്സിനുള്ളിലെ വാല്യൂസ് നോക്കിയേ. എ ടു ബി, എ ടു ബിയുടെ എഡ്ജ് ഉണ്ട്, വെയിറ്റ് ഈസ് 3, അത് നമ്മൾ ആഡ് ചെയ്തു. എ ടു സി, വെയിറ്റ് ഈസ് 4, അതിവിടെ ആഡ് ചെയ്തു. അതുപോലെ എ ടു ഡി എഡ്ജ് ഉണ്ട്, വെയിറ്റ് ഈസ് 2 ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ഹിയർ. അപ്പോൾ എയുടെ റോ ഫില്ലായി. എ ടു എ എഡ്ജ് ഒന്നും ഇല്ല, നമ്മൾ അതിൻ്റെ വെയിറ്റ് 0 ആക്കി. ഇനി ബിയുടെ റോ നോക്കുമ്പോഴത്തേക്കും ബി ടു എ എന്തായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്കുള്ളതിനാണ് ബിയിൽ നിന്ന് എയിലേക്കുള്ളത് അല്ലേ? എ ടു ബിയും ബി ടു എയും സെയിം ആയിരിക്കും. സോ ദിസ് വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. അതുപോലെ തന്നെയായിരിക്കും എ ടു സി 4 ആണ്, അതുപോലെ സി ടു എയും 4 ആണ്. എ ടു ഡി 2 ആണ്, ഡി ടു എയും 2 ആണ്. ഇനി ഡയഗണലെല്ലാം സീറോസ് ആണ്. എന്തുകൊണ്ടാണ്? എ ടു എ, ഇത് ബി ടു ബി, ഇത് സി ടു സി, ഇത് ഡി ടു ഡി, അതിലൊന്നും അഡ്ജസ്റ്റ് ഇല്ല, അതെല്ലാം സീറോസ്. ഇനി നെക്സ്റ്റ് ബി ടു സി, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിയിൽ നിന്ന് സിയിലേക്ക് എഡ്ജ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ 0 ആക്കി ആഡ് ചെയ്തു. ഇനി ബി ടു ഡി, ഡിയിൽ നിന്ന് ഡിയിലേക്ക് എഡ്ജ് ഉണ്ട്, വെയിറ്റ് ഈസ് 5, അതിവിടെ ആഡ് ചെയ്തു. ഈ വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി സിയിൽ നിന്ന് ബിയിലേക്കും സിയിലേക്കും എഡ്ജ് ഇല്ല, സിയിൽ നിന്ന് ബിയിലോട്ടില്ല, സിയിൽ നിന്ന് സിയിലോട്ടും ഇല്ല, സോ അത് രണ്ടും 0. നെക്സ്റ്റ് സി ടു ഡി, സിയിൽ നിന്ന് ഡിയിലേക്ക് എഡ്ജ് ഉണ്ട്, വെയിറ്റ് ഈസ് 1. ദെൻ ഡിയിൽ നിന്ന് എയിലേക്കുള്ളത് ഡി, ഇവിടെ ഡിയിൽ നിന്ന് എയിലേക്ക് 2, ഡിയിൽ നിന്ന് ബിയിലേക്ക് 5, അതുപോലെ ഡിയിൽ നിന്ന് സിയിലേക്ക് 1, ഡിയിൽ നിന്ന് ഡിയിലേക്ക് എഡ്ജ് ഇല്ല, 0. ഫസ്റ്റ് നമ്മൾ വെയിറ്റ് മെട്രിക്സ് ഫോം ചെയ്തു. ഫോം ചെയ്യുമ്പോൾ എഡ്ജ് ഉണ്ടെങ്കിൽ ആ വെയിറ്റ് അങ്ങോട്ട് ആഡ് ചെയ്യുക, എഡ്ജ് ഇല്ലെങ്കിൽ അവിടെ 0 ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഡബ്ല്യു തന്നെയായിരിക്കും നമ്മളുടെ D0 എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ നമ്മൾ D0, D1, D2 എക്സെട്ര അപ് ടു ഫോം ചെയ്യാൻ പോകാം. D0 ഫോം ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കണ്ടീഷൻ പറഞ്ഞു. ഡയഗണലിൽ സീറോസിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു, ഡയഗണലിൽ അല്ലാത്ത സീറോസിനെ ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയഗണൽ സീറോസ് 4 എണ്ണം ഉണ്ട്. അത് കൂടാണ്ട് വരുന്ന സീറോസ് എന്ന് വെച്ചാൽ ഈ ഒരു സീറോയും ഈ ഒരു സീറോയാണ്. ആ രണ്ട് സീറോസിനെ നമ്മൾ ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ആസ് എ ഫസ്റ്റ് D0 എന്ന് പറഞ്ഞ മെട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ ചേഞ്ച് വന്നിട്ടുള്ള അത്രയും മാത്രമേ ഉള്ളൂ. ഡയഗണൽ സീറോസ് അങ്ങനെ തന്നെ നിൽക്കുന്നു. മറ്റേ നോൺ ഡയഗണൽ സീറോസിന് രണ്ടിനെ ഇൻഫിനിറ്റി ആക്കി. ഇനി നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ നെക്സ്റ്റ് D0 ഈസ് ഫോം. അടുത്ത നമുക്ക് D1 ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ D1 ഫോം ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് D1ലെ ഓരോ ij വാല്യൂസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടേഷൻ നമ്മൾ ആ പറഞ്ഞ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് D1ലെ 1 2, 1 0 ആണ്, അതിൽ നമുക്ക് അപ്ഡേഷൻ ഒന്നും ആവശ്യമില്ല. സോ 1 2 എടുക്കുക. അപ്പോൾ ഈ 3യുടെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 1 2 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇസ് മിനിമം. മിനിമത്തിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? എല്ലാം D0 ആണ് യൂസ് ചെയ്യുന്നത്. ഈ മെട്രിക്സിലെ വാല്യൂസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ആദ്യം ചെയ്യേണ്ടത് D0 ഓഫ് ij ആയിരുന്നു, അതുകൊണ്ട് D0 ഓഫ് 1 2. അപ്പോൾ D1ലെ 1 2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ആദ്യം D0ലെ 1 2 നോക്കുക. സോ D0ലെ 1 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. സോ ദാറ്റ് വാല്യൂ 3. ഇനി നെക്സ്റ്റ് പോർഷൻ D0 ഓഫ് 1,1 പ്ലസ് D0 ഓഫ് 1,2. അപ്പോൾ D0 ഓഫ് 1 2ലെ D1 എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് ഈ ഐയിൽ നിന്ന് ജെയിലേക്ക് 1 എന്ന് പറഞ്ഞ വെർട്ടീസ് വഴി പോകുമ്പോഴുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ കെയുടെ വാല്യൂ ഇതിൻ്റെ അകത്ത് ഈ മെട്രിക്സിലെ എല്ലാ കാൽക്കുലേഷനിലും 1 ആയിരിക്കും. സോ 1 to k ആൻഡ് k to j. അപ്പോൾ ഇവിടെ 1 to 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1ൽ നിന്ന് 1ലേക്ക് പോകുന്നു, ദെൻ ഫ്രം 1 to 2. അപ്പോൾ ഈ D1 മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കെയുടെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഐയിൽ നിന്ന് ജെയിലേക്ക് 1 എന്ന് പറഞ്ഞ വെർട്ടീസ് വഴി പോകുമ്പോൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ D0 ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 0 ആണ്. അതുപോലെ 1 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3. സോ 3യും 3യും അതിൻ്റെ മിനിമം ഈസ് 3. അപ്പോൾ D1 ഓഫ് 1 2 കിട്ടി. എന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ നെക്സ്റ്റ് D1 എന്ന് പറഞ്ഞ മെട്രിക്സ് വരുമ്പം അതിൽ എന്ത് വേണം എന്നുള്ള വാല്യൂ ആണ് ഇപ്പോൾ കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. D1 ഓഫ് 1 3. 1 3 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ മിനിമം ഓഫ് D1ലെ 1 3 കിട്ടണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? D0ലെ 1 3 ആണ് ഫസ്റ്റ് എലമെന്റ്. നെക്സ്റ്റ് നമ്മൾ എന്താ ചൂസ് ചെയ്യേണ്ടത്? 1ൽ നിന്ന് 3യിലേക്ക് ഏത് വഴി പോകണം? ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് വഴി പോകണം. സോ D0ലെ 1ൽ നിന്ന് 1ലേക്ക് പോവുക, പിന്നെ 1ൽ നിന്ന് 3യിലേക്ക് പോവുക. സോ 1 to 3 i to j ത്രൂ വെർട്ടെക്സ് 1. അതാണ് ഈ ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 1ലെ വാല്യൂ എടുക്കുക, 1 3യിലെ വാല്യൂ എടുക്കുക. ഇവിടെ 1 1ൽ 0 ആണ്, 1 3ൽ 4 ആണ്. സോ 0 + 4 = 4. നെക്സ്റ്റ് D1 ഓഫ് 1 4 എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ മൂന്നാമത്തെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 1 4ലെ വാല്യൂ. മിനിമം ഓഫ് ആദ്യം D0ലെ 1 4 എടുക്കുക, ദെൻ എന്താ ചെയ്യേണ്ടത്? 1ൽ നിന്ന് 4ലേക്ക് എത്താൻ ഏത് വഴി പോകണം? 1 വഴി 4ലേക്ക് പോവുക. സോ 1 to 1 ആൻഡ് ദെൻ 1 to 4. സോ 1 to 1 0 ആണെന്ന് നമുക്കറിയാം. 1 to 4 എന്താണ്? 1 to 4 is 2. സോ 0 + 2, ഫസ്റ്റ് വാല്യൂ 2 തന്നെ, അതിലെ മിനിമം തന്നെ = 2.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തു. ഈ വാല്യൂ തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. ഈ സീറോയ്ക്ക് ചേഞ്ച് ഇല്ല, ഡയഗണൽ വാല്യൂ ആണ്. നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിരിക്കും ഈ ഇൻഫിനിറ്റിയുടെ വാല്യൂ ആണ് നെക്സ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 3. ദാറ്റ് ഈസ് d1 of 2 3. അപ്പോൾ മിനിമം ഓഫ് d0 of 2 3. ആദ്യം 0th മെട്രിക്സിലെ 2 3 നോക്കുക. പിന്നെ 2ൽ നിന്ന് 3യിലേക്ക് ഏത് വഴി പോകണം? 1 വഴി പോകണം. സോ ദാറ്റ് ഈസ് 2 to 1 then 1 to 3. അപ്പോൾ 2 to 1 എന്ന് പറയുമ്പോൾ നമുക്ക് 2ൽ നിന്ന് 1ലേക്കുള്ളത് 3. അപ്പോൾ അത് ഇവിടെ വരുന്നുണ്ട് 3 പ്ലസ് 1 to 3 എന്ന് പറയുമ്പോൾ എന്തായി? 1ൽ നിന്ന് 3യിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ 4. സോ ദാറ്റ് ഈസ് 3 പ്ലസ് 4. d0 of 2 3 എന്ന് പറഞ്ഞാൽ എന്താ? 2ൽ നിന്ന് 3യിലേക്കുള്ള d0യിലെ വാല്യൂ ഇപ്പോൾ എന്തായിരുന്നു? ദാറ്റ് വാസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ഈ 7, അതിന്റെ മിനിമം വാല്യൂ ഇസ് 7. അപ്പോൾ ആ ഒരു റോയും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഒരു വാല്യൂ ഉണ്ട് 2 4ലെ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യണം, ഈ 5ന്റെ വാല്യൂ. സോ 2 4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം d0യിൽ 2 4 എടുക്കാം. d0യിൽ 2 4 മെട്രിക്സിലുള്ള വാല്യൂ 5 ആണ്. സോ ദാറ്റ് വാല്യൂ 5 ഈസ് ടേക്കൺ. പിന്നെ 2ൽ നിന്ന് 4ലേക്ക് ഏത് വഴിയുള്ള പാത്താണ് നോക്കേണ്ടത്? 1 വഴിയുള്ളത്. സോ ദാറ്റ് ഈസ് 2ൽ നിന്ന് 1ലേക്ക് ദെൻ 1 to 4. അപ്പോൾ നമുക്ക് 2 to 1 1 to 4 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. 2 to 1 3, ഇനി 1 to 4 എന്ന് പറഞ്ഞാൽ 2. സോ 3 plus 2 is 5. അപ്പോൾ 5 തന്നെ നമുക്ക് വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് കാൽക്കുലേഷൻ വരുന്നത് ഇവിടെ ബാക്കി എല്ലാ വാല്യൂസും ആയി. 5 കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് 3 2. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 2 നമ്മുടെ കയ്യിലുണ്ട്. 2 3 കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ നമ്മളിൽ 3 2 ഉണ്ടല്ലോ. 2 3 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആ 3 2 നമുക്ക് അപ്ഡേറ്റ് ആയി. നെക്സ്റ്റ് 3 4 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഫിനിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയത് തന്നെയായിരിക്കും ഇവിടെയും വേണ്ടത്. നെക്സ്റ്റ് 3 4 ദാറ്റ് ഈസ് ലാസ്റ്റ് 1. 3 4 കാൽക്കുലേറ്റ് ആണെങ്കിൽ d0യിലെ 3 4 എടുക്കുക. പിന്നെ d0യിലെ 3ൽ നിന്ന് 1ൽ പോയി 1ൽ നിന്ന് 4ലേക്ക് വരിക. ഓരോ ഡിസ്റ്റൻസും നമ്മുടെ ടേബിൾ മെട്രിക്സിൽ നിന്ന് എടുക്കുക, ആഡ് ചെയ്യുക. സോ അതിലെ മിനിമം 1 കിട്ടും. അപ്പോൾ d1ലെ വാല്യൂസ് നമുക്ക് കിട്ടി. സോ വി ക്യാൻ ഫോം ദ മെട്രിക്സ് d1. d1ൽ ഈ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന് കമ്പ്യൂട്ട് ചെയ്ത വാല്യൂസ് വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വാല്യൂസ് നമുക്ക് സിമെട്രിക് ആണെന്ന് അറിയാം മെട്രിക്സ് വരുന്നത്. അപ്പോൾ അപ്പർ ഹാഫിലുള്ളതും ലോവർ ഹാഫിലുള്ളതും ഐഡന്റിക്കൽ ആയിരിക്കും, മിറർ ഇമേജ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കി എല്ലാ മെട്രിക്സുകളും സിമെട്രിക് ആയിരിക്കും. ഇവിടെ വാല്യൂസ് ചേഞ്ച് വന്ന ഏതൊക്കെയാണെന്ന് നോക്കി. 0 3 4 2ന് ചേഞ്ച് ഒന്നുമില്ല. നെക്സ്റ്റ് 3 0 7 5 ആയി, 4 7 0 1 ആയി, 2 5 1 0. ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂസ് ആണ് നമ്മളോട് നോട്ട് ചെയ്തേക്കുന്നത്. 2 3ൽ 7 വന്നു, 2 4ൽ 5 വന്നു. അതാണ് ഈ 7ഉം 5ഉം. പിന്നെ 3 4ൽ 1 തന്നെ. അപ്പോൾ നമ്മുടെ d1 കിട്ടി. ഒരൊറ്റ മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഫോർ d2 d3 ആൻഡ് d4. അപ്പോൾ നെക്സ്റ്റ് d2 ജനറേറ്റ് ചെയ്യുന്നു. നേരത്തെ കാൽക്കുലേറ്റ് യൂസ് ചെയ്ത അതേ എലമെന്റ്സ് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ആവശ്യം വരുന്നത്. സോ 1 2 d2 of 1 2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷനിൽ മിനിമം നമ്മൾ ഉപയോഗിച്ചു. ഇനി എല്ലാം d2 ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ d1ലെ വാല്യൂസ് എടുത്ത് കഴിയണം പ്രോസസ് ചെയ്യേണ്ടത്. സോ d1 of 1 2 ആദ്യം എടുക്കുക. അതിൻ്റെയും പിന്നെ ഇവിടെ d2 ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ d2 വരുന്ന കേസിൽ അല്ലെങ്കിൽ സെക്കൻഡ് മെട്രിക്സ് വരുമ്പോഴത്തേക്കും നമ്മൾ 2 എന്ന് പറഞ്ഞ വെർട്ടീസ് വഴി ഉള്ള i to j യുടെ ഡിസ്റ്റൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ 1ൽ നിന്ന് 2ലേക്ക് ദെൻ 2 to 2. അതുപോലെ 1ൽ നിന്ന് 2ലേക്ക് ദെൻ 2 to 3. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കേസിലാണെങ്കിലും 1ൽ നിന്ന് 2ലേക്ക് ദെൻ 2 to 4. അതാണ് ഈ തേർഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വാല്യൂസ് എടുക്കുക, ഓരോന്നിനെ കറസ്പോണ്ടിങ് മിനിമം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത അതേ വാല്യൂസിനെല്ലാം എല്ലാ എൻട്രീസിനെല്ലാം തന്നെ നമ്മൾ d2ലും എൻട്രീസിന് അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ എല്ലാ ഇക്വേഷനും നോക്കിയാൽ മനസ്സിലാവും നമ്മൾ d1ലെ വാല്യൂസ് എടുത്തിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇക്വേഷനിലും ഫസ്റ്റ് d2 ഓഫ് ഒരു ij കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ d1ലെ ij എടുക്കുക. പിന്നെ i to k ആൻഡ് k to j. നമ്മൾ ഏത് മെട്രിക്സ് ആണോ അതനുസരിച്ച് kയുടെ വാല്യൂ സെറ്റ് ചെയ്യുക. d1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിൽ kയുടെ വാല്യൂ 1. d2 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിൽ kയുടെ വാല്യൂ എല്ലാം 2 ആയിരിക്കും. ഉണ്ടല്ലോ, ഇതെല്ലാം 2 ആണ് വരുന്നത്. ഇതിന്റെ കേസിലൊക്കെ 2, ഇവിടെയും 2, ഇവിടെയും 2. അപ്പോൾ 2 to 3 ചെയ്യണമെങ്കിൽ ആദ്യം 2 to 2 ദെൻ 2 to 3. ഇനി 2 to 4 വേണമെങ്കിൽ 2 to 3 3 to 4. 2 to 2 ആൻഡ് 2 to 4. 2 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ വെർട്ടെക്സ് വഴി ഉള്ള ഡിസ്റ്റൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. 3ൽ നിന്ന് 4ലേക്ക് എന്നുള്ളതിന് പകരം 3ൽ നിന്ന് 2ലേക്ക് ദെൻ 2ൽ നിന്ന് 4ലേക്ക്. അപ്പോൾ അങ്ങനെ ടേബിളിലെ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്ര മിനിമം എൻട്രീസ് കിട്ടി. ഹെൻസ് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് d2 as this. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് എല്ലാം ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സിമിലർലി d3 ആൻഡ് d4. ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ d3 ഐഡന്റിക്കൽ ആയിട്ട് തന്നെയാണ് കിട്ടുക. d2 ഉം d3 സെയിം തന്നെയാണ്, ചേഞ്ച് ഒന്നും വരുന്നില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് d4. d4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? d3ലെ വാല്യൂസ് വേണം ഉപയോഗിക്കാനായിട്ട്.
അപ്പോൾ D4 എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ എന്തായി 4 ആയി എന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് D4 of 1 2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഓഫ് D3 of 1 2 എടുക്കുക. എന്നുവെച്ചാൽ തൊട്ട് പ്രീവിയസിലെ 1 2 എന്ന് പറഞ്ഞ വെർട്ടെക്സിന്റെ ഐഡിയയിലെ വാല്യൂ എടുക്കുക. പ്ലസ് ഈ 1ൽ നിന്ന് ആദ്യം 4ലേക്കുള്ളത് 4ൽ നിന്ന് 2ലേക്കുള്ളത് അതായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് ആഡ് അപ്പ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ 4 എന്ന് പറഞ്ഞ വെർട്ടെക്സ് വഴി ഐയിൽ നിന്ന് ജെയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1ൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് എല്ലാ എൻട്രീസ് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ കെയുടെ വാല്യൂ 4 ആണ്. പിന്നെ എടുക്കുന്ന എല്ലാം തൊട്ട് പ്രീവിയസ് മെട്രിക്സിലെ വാല്യൂസ് ആയിരുന്നു, അതായത് D3ലെ വാല്യൂസ് ആയിരുന്നു. ഇവിടെ നോക്കി D4 of 1 3ക്ക് 1ൽ നിന്ന് 4ലേക്ക് പോയി 4ൽ നിന്ന് 3ലേക്ക്. എന്തുകൊണ്ടാണ് 4 വഴിയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1 to 4ന്റെ കേസിൽ 1 to 4 ആൻഡ് 4 to 4. ഈ 2 to 3 ആകുമ്പോഴത്തേക്ക് എന്താകും 2ൽ നിന്ന് 4ലേക്ക് 4ൽ നിന്ന് 3ലേക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് D3ലെ വാല്യൂസ് ആണ്. D4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന എല്ലാം D3ലെ വാല്യൂസ്. അപ്പോൾ വീൽ ഗെറ്റ് ദ ആൻസേഴ്സ് 3 2 and 6 ആൻഡ് ലാസ്റ്റ് വാല്യൂ 1 കിട്ടും. D4 of 3 to 4 എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 4ലേക്ക് 4ൽ നിന്ന് 4ലേക്ക് മിനിമം വാല്യൂ എത്രയാണോ 1. സോ വി വിൽ ഗെറ്റ് ദ മെട്രിക്സ് D4. അപ്പോൾ ഇത് DN വരെയായിരുന്നു നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയത് D4. നമുക്ക് 4 വെർട്ടീസ് ആണുള്ളത്, അതുകൊണ്ട് D4 എത്തുമ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. സോ ദിസ് മെട്രിക്സ് ഗീവ്സ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർ ഓഫ് വെർട്ടീസസ്. ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്താണ് ഈ അടിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് 3 നമുക്ക് ഏത് പാത്ത് ഫോളോ ചെയ്തപ്പോഴാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ A to B AB എന്ന് പറഞ്ഞ അടിച്ചത് തന്നെ 3 ആണ്. നെക്സ്റ്റ് ഈ 3 എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള പാത്താണ് ABC. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എയിൽ നിന്ന് ഡിയിൽ പോവുക, ഡിയിൽ നിന്ന് സിയിലേക്ക് പോവുക. അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റിൻ്റെ സം ആയിരിക്കും ഈ 3യുടെ വാല്യൂ. ഈ ലാസ്റ്റ് വൺ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ, എയിൽ നിന്ന് ഡിയിലേക്കുള്ളത്. അപ്പോൾ അതിന് AD എന്ന് പറഞ്ഞ എഡ്ജ് തന്നെയുണ്ട്. നെക്സ്റ്റ് ബിയിൽ നിന്ന് എയിലേക്ക് എയിൽ നിന്ന് ബിയിലേക്കും സെയിം തന്നെയായിരിക്കും. B to B ഇല്ല. ഇനി B to C നോക്കിക്കേ. ബിയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറഞ്ഞാൽ BADC. അപ്പോൾ B to C നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വെയിറ്റ് 6 ആണ്. സോ ദാറ്റ് മീൻസ് ബിയിൽ നിന്ന് എ പോകുന്നു, എയിൽ നിന്ന് ഡി പോകുന്നു, ഡിയിൽ നിന്ന് സി പോകുന്നു. ആ വെയിറ്റ്സിൻ്റെ എല്ലാം സം ആയിരിക്കും ആ 6ന്റെ വാല്യൂ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് പാത്ത്സ്. അതിന് മുമ്പ് കിട്ടിയിരിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള മെട്രിക്സ് ബിറ്റ്വീൻ ഓൾ പെയർ ഓഫ് വെർട്ടീസസ്. സോ ദിസ് ഈസ് how to find all pair shortest path using fluid partial algorithm. Thank you.